അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്. അതിലെ 11ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ ഹാദി അഷർ, 11ാമത്തെ പാഠം അൽ ഫാറൂഖ്. അപ്പൊ ഈ പാഠം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. തണുപ്പുള്ള രാത്രി, നല്ല ഇരുട്ടുണ്ട്, എല്ലാവരും ഉറങ്ങി. അമീറുൽ മുഅ്മിനീന് ഉറക്കം വരുന്നില്ല. പ്രജകളുടെ പ്രയാസങ്ങൾ അറിയണം, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു തആലയോട് മറുപടി പറയേണ്ടി വരും. ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. ഖലീഫ പുറത്തേക്കിറങ്ങി. കൂടെ ഖാദിമായ അസ്ലമുമുണ്ട്. അവർ ഇരുട്ടിലൂടെ നടന്നു. അകലെയുള്ള ഒരു കൂരയിൽ വിളക്ക് മുനിഞ്ഞു കത്തുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അങ്ങോട്ട് നടന്നു. അടുപ്പിൽ കലം വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ അതിൽ കൈലിട്ടിളക്കുന്നു. കുട്ടികൾ ചുറ്റുമിരുന്ന് കരയുന്നു. അവർ സലാം പറഞ്ഞു. ആ സ്ത്രീ പുറത്തേക്ക് വന്നു. കുട്ടികൾ എന്തിനാണ് കരയുന്നത്? ഖലീഫ ചോദിച്ചു. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖലീഫ, കലത്തിൽ എന്താണ്? സ്ത്രീ, വെറും വെള്ളം. കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ഇളക്കുകയാണ്. ഭക്ഷണമാണെന്ന് കരുതി അവർ ഇരിക്കും. കരഞ്ഞു ക്ഷീണിക്കുമ്പോൾ അവർ ഉറങ്ങും. കൂടെ ഞാനും ഉറങ്ങും. ദിവസങ്ങളായി ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഖലീഫ ബൈത്തുൽ മാലിന്റെ കലവറയിലേക്ക് ഓടി. ഒരു ചാക്ക് ധാന്യപ്പൊടിയും ഒരു തോൽപാത്രം നെയ്യുമെടുത്തു. അതെന്റെ ചുമലിലേക്ക് എടുത്തു വെക്കൂ, ഖലീഫ ഹാദിമിനോട് ആവശ്യപ്പെട്ടു. ഞാൻ എടുത്തുകൊള്ളാം, അസ്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിൽ എന്റെ ഭാരം നീ ചുമക്കുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അവർ ആ സ്ത്രീയുടെ വീട്ടിലെത്തി. പൊടി കുഴച്ചു, അടുപ്പ് കത്തിച്ചു, റൊട്ടി ചുട്ടെടുത്തു, കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നു. അവർക്ക് വേണ്ടതെല്ലാം നൽകി സന്തോഷത്തോടെ മടങ്ങി. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ ജനസേവകൻ. ബനു അദിയ്യ് വംശത്തിൽ ഹത്താബിന്റെയും ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 13ാം കൊല്ലം അദ്ദേഹം ഭൂജാതനായി. അബൂ ഹഫ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. നുബൂവത്തിന്റെ 6ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി. അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. ഈ സംഭവം പരസ്യമായി പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. തടിച്ച് നീളമുള്ളവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ചുവപ്പു കലർന്ന വെളുത്ത നിറം, അസാമാന്യ ധീരതയും ദൃഢനിശ്ചയവുമുള്ള മനസ്സ്, ആരോഗ്യ ദൃഢഗാത്രൻ. അൽ അഷ്റത്തുൽ മുബശ്ശറയിൽ പെട്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമറെ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അല്ലാഹു ഉമറിന്റെ നാവിലും കൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു. ലളിത ജീവിതം നയിച്ചു. കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു. എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സനനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അത് കാരണം രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നു. അടുത്തത് നോക്കൂ. ഭരണപ്രവർത്തനങ്ങൾ. അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ബൈസാന്തിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. കിസ്രയുടെ അക്രമ ഭരണത്തിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. മുസ്ലിം ഭരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. അതിനായി പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കി. ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കി. 20 റകഅത്തുള്ള തറാവിഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കി. അപ്പൊ ഇത്ര കാര്യങ്ങള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണപ്രവർത്തനങ്ങളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഇനി അടുത്തത് നോക്കൂ. ഒരു ദിവസം സുബഹ് നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഅ്ലുഅ വിഷത്തിലൂട്ടിയ കടാര കൊണ്ട്
ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിന്റെ വഫാത്തിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സമീപം അദ്ദേഹത്തെ മറവു ചെയ്തു. ഹിജറ 23 ദുൽഹിജ്ജ 26 അത്. അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. 10 വർഷവും 6 മാസവുമാണ് ഭരണകാലം. ഇതോടുകൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഖലീഫ ഭരണം എങ്ങനെയുള്ളതായിരുന്നു നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ആ സന്ദർഭം നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ ഭരണ പ്രവർത്തനങ്ങൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, അഹദുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഹദുൽ ഫുത്തൂഹ്. അതിന്റെ അർത്ഥം നോക്കൂ, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വിജയങ്ങളുടെ കാലം. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഹമല ചുമന്നു, ഖാദിം ഭൃത്യൻ, ലൊലാം ഇരുട്ട്, നാമ ഉറങ്ങി, ഇദ്ൽ ചാക്ക്, ഖുബ്സ് പത്തിരി, ജിറാബ് തോൽപാത്രം, റഖീഖ് മാവ്, ഷഹം നെയ്യ്. അൽ ഫാറൂഖ് സത്യാസത്യ വിവേചകൻ, ബൈത്തുൽ മാൽ പൊതുഖജനാവ്, ബൈസാന്തിയ റോമൻ ഭരണകൂടം, അബൂ ലുഅ്ലുഅ മജൂസിയായ അടിമ, അമീറുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ നേതാവ്, ലൈലുൻ ബാരിദ് തണുപ്പുള്ള രാത്രി, മുനിഞ്ഞു കത്തുക, മങ്ങി പ്രകാശിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുഇദ്ദു അസ്ഇല. ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരവും തയ്യാറാക്കി എഴുതുക. അപ്പൊ നമ്മൾ തന്നെയാണ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും തയ്യാറാക്കേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വംശമേത്? ഉത്തരം ബനു അദിയ്യ്. രണ്ടാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളുടെ പേര് എഴുതുക. ഉത്തരം പിതാവിന്റെ പേര് ഖത്താബ് എന്നും മാതാവിന്റെ പേര് ഹന്തമ എന്നുമാണ്. മൂന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത് എപ്പോൾ? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 13-ാം കൊല്ലം. നാലാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേര് എന്തായിരുന്നു? ഉത്തരം അബൂ ഹഫ്സ്. അഞ്ചാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച വർഷം? ഉത്തരം നുബൂവത്തിന്റെ 6-ാം വർഷം. ആറാമത്തെ ചോദ്യം, പരസ്യമായി ഇസ്ലാം പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകിയ സംഭവം എന്തായിരുന്നു? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി തിരുസന്നിധിയിലെത്തി ഇസ്ലാം സ്വീകരിച്ച സംഭവം. ഏഴാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതം വിവരിക്കുക. ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു തടിച്ച് നീളമുള്ളവരും ചുവപ്പ് കലർന്ന വെളുത്ത നിറമുള്ളവരും അസാമാന്യ ധീരതയും ദൃഢനിശ്ചയമുള്ള മനസ്സുള്ളവരും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്നു. എട്ടാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? ഉത്തരം ഉമറേ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അല്ലാഹു ഉമറിന്റെ നാവിലും കൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു. ഒമ്പതാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണം എന്തായിരുന്നു? ഉത്തരം ഒരു ദിവസം സുബഹ് നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഅ്ലുഅ വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിന്റെ വഫാത്തിന് കാരണമായി. പത്താമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? ഉത്തരം 10 വർഷവും 6 മാസവും. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുപ്പിൽ വെറും വെള്ളം വെച്ച് ഇളക്കുകയാണ്. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നോക്കൂ, തണുപ്പുള്ള രാത്രി, നല്ല ഇരുട്ടുണ്ട്, എല്ലാവരും ഉറങ്ങി. അമീറുൽ മുഅ്മിനീന് ഉറക്കം വരുന്നില്ല. പ്രജകളുടെ പ്രയാസങ്ങൾ അറിയണം, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു തആലയോട് മറുപടി പറയേണ്ടി വരും. ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. ഖലീഫ പുറത്തേക്കിറങ്ങി. കൂടെ ഖാദിമായ അസ്ലമുമുണ്ട്. അവർ ഇരുട്ടിലൂടെ നടന്നു. അകലെയുള്ള ഒരു കൂരയിൽ വിളക്ക് മുനിഞ്ഞു കത്തുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അങ്ങോട്ട് നടന്നു.
അടുപ്പിൽ കലം വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ അതിൽ കൈലിട്ടിളക്കുന്നു. കുട്ടികൾ ചുറ്റുമിരുന്ന് കരയുന്നു. അവർ സലാം പറഞ്ഞു. ആ സ്ത്രീ പുറത്തേക്ക് വന്നപ്പോൾ കുട്ടികൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ദിവസങ്ങളായി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് സ്ത്രീ മറുപടി പറഞ്ഞു. കലത്തിൽ എന്താണ്? ഖലീഫ വീണ്ടും ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണിത്. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നൊഇദ് ജദ്വല, പട്ടിക തയ്യാറാക്കുക. അൽ അശറത്തുൽ മുബശ്ശറയുടെ പേരുകൾ താഴെയുള്ള പട്ടികയിൽ എഴുതുക. അതായത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളുടെ പേരുകളാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ. 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 4 അലി ബിനു അബി താലിബ് റളിയല്ലാഹു അൻഹു. 5 ത്വൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. 6 സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 7 അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു. 8 സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 9 സഈദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു. 10 അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നൊഇദ് ഫിക്ര, പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. 1 ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വങ്ങൾ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. ആ പ്രവർത്തനം നോക്കൂ. അൽ അശറത്തുൽ മുബശ്ശറയിൽ പെട്ടവരാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമറെ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അള്ളാഹു ഉമറിന്റെ നാവിലും കൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു. ലളിത ജീവിതം നയിച്ചു. കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു. എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സനനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അത് കാരണം രാജ്യത്ത് ശാന്തിയും സമൃദ്ധിയും കൈവന്നു. ഇത്രയാണ് ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നൊഇദ് ഫിക്ര, അതിലെ 2ാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് തയ്യാറാക്കണം. നോക്കൂ. അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ബൈസാന്തിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. കിസ്രയുടെ അക്രമ ഭരണത്തിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. മുസ്ലിം ഭരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. അതിനായി പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കി. ഹിജറ വർഷ കലണ്ടർ നടപ്പിലാക്കി. 20 റക്അത്തുള്ള തറാവിഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പ്രത്യേക നാണയങ്ങൾ അടിച്ചിറക്കി. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നൊഇദ് ഫിക്ര, അതിലെ 3ാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. നോക്കൂ. ഒരു ദിവസം സുബഹ് നിസ്കരിക്കുമ്പോൾ മജൂസിയായ അബൂ ലുഅ്ലുഅ വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിന്റെ വഫാത്തിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സമീപം അദ്ദേഹത്തെ മറവു ചെയ്തു. ഹിജ്റ 23 ദുൽഹിജ്ജ 26-നായിരുന്നു അത്. അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. 10 വർഷവും 6 മാസവുമാണ് ഭരണകാലം. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നക്തുബുൽ ഖിസ്സ, അതായത് കഥ എഴുതാനുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം. അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു കഥ എഴുതുക. നമുക്ക് നോക്കാം. ബനു അദിയ്യ് വംശത്തിൽ ഖത്താബിന്റെയും ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 13-ാം കൊല്ലം അദ്ദേഹം ഭൂജാതനായി. അബു ഹഫ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു. നുബൂവത്തിന്റെ 6-ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി. അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. ഈ സംഭവം പരസ്യമായി പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.